ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു അടിപൊളി വിഷു ആശംസകൾ. എല്ലാവരും കണിയൊക്കെ കണ്ട് ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് LDC കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. LDC കാസർഗോഡ് ജില്ല. ഏതു രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്. മൂന്നാം ഇന്ത്യ പാക് യുദ്ധം നടന്നത് 1971. മൂന്നാം ഇന്ത്യ പാക് യുദ്ധം നടന്നത് 1971. സിംല കരാർ പ്രകാരം യുദ്ധം അവസാനിപ്പിച്ചത് 1972 ജൂലൈ 2-നാണ്. 1972 ജൂലൈ 2-നാണ് സിംല കരാർ പ്രകാരം യുദ്ധം അവസാനിപ്പിച്ചത്. ബംഗ്ലാദേശിൽ രൂപീകൃതമായ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ്. ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് സിംല കരാർ രൂപീകൃതമായത്. അതിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്നറിയപ്പെടുന്നത് സിംല കരാറാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്നറിയപ്പെടുന്നത് സിംല കരാറാണ്. അർബുദ ബാധയെ തുടർന്ന് അന്തരിച്ച ഹ്യൂഗോ ചാവേസ് ഏതു രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? വെനസ്വേല. വെനസ്വേലയുടെ പ്രസിഡന്റായിരുന്നു അർബുദ ബാധയെ തുടർന്ന് അന്തരിച്ച ഹ്യൂഗോ ചാവേസ്. നിക്കോളാസ് മൺറോ ആണ് ഇപ്പോഴത്തെ വെനസ്വേലയുടെ പ്രസിഡന്റ്. വെനസ്വേലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നിക്കോളാസ് മൺറോ ആണ്. അദ്ദേഹം 2013 മാർച്ച് 6-നാണ് അന്തരിച്ചത്. 2013 മാർച്ച് 6-നാണ് ഹ്യൂഗോ ചാവേസ് അന്തരിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആര്? അമർത്യാസെൻ. അമർത്യാസെനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യക്കാരൻ. ആദ്യമായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന ഏഷ്യക്കാരനാണ് അമർത്യാസെൻ. 1998 ആദ്യമായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് അമർത്യാസെൻ. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് 1999-ലാണ്. അമർത്യാസെന് 1999 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ചോയ്സ് ഓഫ് ടെക്നിക്സ്, പോവർട്ടി ആൻഡ് ഫെമിനി, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്നിവ അമർത്യാസെൻ്റെ ബുക്കുകളാണ്. ചോയ്സ് ഓഫ് ടെക്നിക്സ്, പോവർട്ടി ആൻഡ് ഫെമിനി, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രീഡം ഇതെല്ലാം അമർത്യാസെൻ്റെ ബുക്കുകളാണ്. ഹിഗ്ഗിറ്റ എന്ന കൃതിയുടെ രചയിതാവാരെ? NS മാധവൻ. NS മാധവനാണ് ഹിഗ്ഗിറ്റ എന്ന കൃതിയുടെ രചയിതാവ്. സ്കോർപിയൻ ക്വിക്കിലൂടെ പ്രശസ്തനായ കൊളംബിയൻ ഗോളിയെ പറ്റി എഴുതിയ നോവലാണ് ഹിഗ്ഗിറ്റ. സ്കോർപിയൻ കിക്കിലൂടെ പ്രശസ്തനായ കൊളംബിയൻ ഗോളിയെ പറ്റി എഴുതിയ നോവലാണ് ഹിഗ്ഗിറ്റ. NS മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനകൾ, ഡച്ചുകാർ, തിരുത്ത്, ചൂളൻമേട്ടിലെ ശവങ്ങൾ, മുംബൈ എന്നിവ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ, ഡച്ചുകാർ, തിരുത്ത്, ചൂളമേട്ടിലെ ശവങ്ങൾ, മുംബൈ എന്നിവ NS മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. PC ഗോപാലനാണ് നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലിക നാമം ഉറൂബ് എന്നാണ്. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലിക നാമം ഉറൂബ് എന്നാണ്. സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു, മിണ്ടാപ്പെണ്ണ്, അണിയറ എന്നിവ PC കുട്ടിക്കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു, മിണ്ടാപ്പെണ്ണ്, അണിയറ എന്നിവ PC കുട്ടിക്കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നന്ദനാരുടെ പ്രധാനപ്പെട്ട കൃതികൾ അനുഭൂതിയുടെ ലോകം, നന്ദനാരുടെ കഥകൾ, തോക്കുകൾക്കിടയിലെ ജീവിതം, അറിയപ്പെടാത്ത മനുഷ്യജീവികൾ ഇവയെല്ലാം നന്ദനാരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അനുഭൂതിയുടെ ലോകം, നന്ദനാരുടെ കഥകൾ, തോക്കുകൾക്കിടയിലെ ജീവിതം, അറിയപ്പെടാത്ത മനുഷ്യജീവികൾ എന്നിവ നന്ദനാരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. 2012 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? യൂസഫ് അലി കച്ചേരി. യൂസഫ് അലി കച്ചേരിക്കാണ് 2012 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 2017 ഈ അവാർഡിന് അർഹനായത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയാണ് 2017 വള്ളത്തോൾ അവാർഡിന് അർഹനായത്. 2018 അർഹനായത് M മുകുന്ദനാണ്. M മുകുന്ദനാണ് 2018 വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത്.
1,11,111 രൂപയാണ് അവാർഡ് തുക. 1,11,111 രൂപയാണ് അവാർഡ് തുക, അതായത് 6-1. പാല നാരായണൻ നായരാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവ്. പാല നാരായണൻ നായരാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവ്. ക്ലോറോ അസറ്റോഫീനോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണീർ വാതകം. കണ്ണീർ വാതകവുമായി ബന്ധപ്പെട്ടതാണ് ക്ലോറോ അസറ്റോഫീനോൾ. ബെൻസീൻ ക്ലോറൈഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ബെൻസീൻ ക്ലോറൈഡ് എന്നും കണ്ണീർ വാതകം അറിയപ്പെടുന്നു. ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറൈഡാണ്. കാൽസ്യം ഹൈപ്പോക്ലോറൈഡാണ് ബ്ലീച്ചിങ് പൗഡർ. ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ആസ്പിരിൻ. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് എന്നു മുതൽ? 2013 ജൂലൈ 15. 2013 ജൂലൈ 15 മുതലാണ് ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത്. ഡൽഹൌസിയുടെ കാലത്താണ് ഇന്ത്യയിൽ ടെലഗ്രാഫ് ആരംഭിച്ചത്. പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2000 നവംബർ 9 ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്. 2000 നവംബർ 9 ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്. ഉത്തരാഞ്ചൽ, ദേവഭൂമി, പൂക്കളുടെ താഴ്വര എന്നിങ്ങനെ ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നു. ഉത്തരാഞ്ചൽ, ദേവഭൂമി, പൂക്കളുടെ താഴ്വര എന്നിങ്ങനെ ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശ് ഉത്തരാഖണ്ഡിലാണ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശ് ഇവിടെയാണ്. രാജാജി നാഷണൽ പാർക്ക്, കോർബറ്റ് ടൈഗർ റിസർവ്, നന്ദാദേവി ദേശീയോദ്യാനം എന്നിവ ഉത്തരാഖണ്ഡിലാണ്. രാജാജി നാഷണൽ പാർക്ക്, കോർബറ്റ് ടൈഗർ റിസർവ്, നന്ദാദേവി ദേശീയോദ്യാനം എന്നിവ ഉത്തരാഖണ്ഡിലാണ്. ഹിരർ അങ്കടി, ഉന്നിഷെ ഏപ്രിൽ, അന്തർമഹൽ തുടങ്ങിയ ബംഗാളി സിനിമകളുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഋതുപർണ ഘോഷ്. ഋതുപർണ ഘോഷാണ് ഹിരർ അങ്കടി, ഉന്നിഷെ ഏപ്രിൽ, അന്തർമഹൽ തുടങ്ങിയ ബംഗാളി സിനിമകളുമായി ബന്ധപ്പെട്ട വ്യക്തി. പ്രശസ്ത ബംഗാളി സംവിധായകനും നടനുമാണ് ഋതുപർണ ഘോഷ്. പ്രശസ്ത ബംഗാളി സംവിധായകനും നടനുമാണ് ഋതുപർണ ഘോഷ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ 8 തവണ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഹിരർ അങ്കദി ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം. ഹിരർ അങ്കദിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം. ഉന്നിഷെ ഏപ്രിൽ, ദഹൻ, ചോക്കർ ബാലി, റെയിൻകോട്ട്, ബരിവാലി, അന്തർമഹൽ, ദ ലാസ്റ്റ് ലിയർ എന്നിവ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഉന്നിഷെ ഏപ്രിൽ, ദഹൻ, ചോക്കൻ ബാലി, റെയിൻകോട്ട്, ബാരിവാലി, അന്തർമഹൽ, ദ ലാസ്റ്റ് ലിയർ എന്നിവ ഋതുപർണ ഘോഷിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. പതേർ പഞ്ചാലി എന്ന സിനിമയുടെ സംവിധായകനാണ് സത്യജിത്ത് റേ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമാണ് പതേർ പാഞ്ചാലി. സമഗ്ര സംഭാവനകൾക്കുള്ള പ്രത്യേക ഓസ്കാർ നേടിയ ഏക ഇന്ത്യക്കാരനും സത്യജിത്ത് റേ ആണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ 4 പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യത്തെ വ്യക്തിയും സത്യജിത്ത് റേ ആണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ 4 പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യത്തെ വ്യക്തി സത്യജിത്ത് റേ ആണ്. കായികതാരം യെലേന ഇസിൻബയേവ ഏത് ഇനത്തിലാണ് പ്രശസ്തയായത്? പോൾ വാൾട്ട്. പോൾ വാൾട്ടിലാണ് കായികതാരം യെലേന ഇസിൻബയേവ പ്രശസ്തയായത്. റഷ്യൻ കായികതാരമാണ് യെലേന ഇസിൻബയേവ. ലേഡി ബുബുക്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഇസിൻബയേവയാണ്. ലേഡി ബുബുക്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് യെലേന ഇസിൻബയേവയാണ്. ABO രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? കാൾ ആൻഡ് സ്റ്റെയ്നർ. കാൾ ആൻഡ് സ്റ്റെയ്നറാണ് ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. RH ഘടകം കണ്ടെത്തിയതും കാൾ ആൻഡ് സ്റ്റെയ്നറാണ്. RH ഘടകം കണ്ടെത്തിയതും കാൾ ആൻഡ് സ്റ്റെയ്നറാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത്. മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംശം ഏത്? റൈബോസോം. റൈബോസോമാണ് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംശം.
ആമാശയത്തിലെ മാംസം ദഹിപ്പിക്കുന്ന എൻസൈം പെപ്സിനാണ്. ആമാശയത്തിലെ മാംസം ദഹിപ്പിക്കുന്ന എൻസൈം പെപ്സിനാണ്. ആമാശയ രസത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആമാശയ രസത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത പ്രോട്ടീനാണ് കെരാറ്റിൻ. മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത പ്രോട്ടീൻ കെരാറ്റിനാണ്. കോശവിഭജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോശാംശമാണ് സെൻട്രോസോം. സെൻട്രോസോം കോശവിഭജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോശാംശമാണ്. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് അഥവാ രാസാഗ്നിയാണ് ലൈസോസൈം. ലൈസോസൈം കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം അഥവാ രാസാഗ്നിയാണ്. ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംശമാണ് ലൈസോസോം. ലൈസോസോം ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംശമാണ്. ആത്മഹത്യാ സ്വഭാവം കാണിക്കുന്ന ജീവികളാണ് ലെമ്മിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആത്മഹത്യാ സ്വഭാവം കാണിക്കുന്ന ജീവികൾ ലെമ്മിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു.